നമസ്കാരം സനോജ്. നമസ്കാരം. നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് കേന്ദ്ര സർക്കാർ എന്തായാലും ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു. വലിയ കഠിനമായ ശിക്ഷാവിധികളാണ് ഇപ്പോൾ ഭേദഗതിയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഈ പരീക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേട് നടത്തിയാൽ 10 വർഷങ്ങൾ വരെ തടവും, സംഘടിതമായിട്ടാണ് കുറ്റകൃത്യം നടത്തുന്നതെങ്കിൽ 10 കോടി രൂപ പിഴയും. ഇത്രയും കഠിനമായ വ്യവസ്ഥകളാണ് അതിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നീറ്റുമായിട്ടുള്ള സംബന്ധിച്ച നീറ്റലുകൾ ഇവർക്ക് അടങ്ങുന്നില്ല. ഈ പ്രതിപക്ഷത്തിനും പാറ്റകൾക്കുമൊന്നും. പാറ്റകളുടെ കാര്യം, പാറ്റകൾ ഇപ്പോൾ മൗനത്തിലാണ്. എന്നിരുന്നാലും സനോജിക്ക് എന്ത് തോന്നുന്നു? അടുത്ത ഈ പരീക്ഷാ സംബന്ധിയായിട്ടുള്ള എന്ത് വിഷയമായിരിക്കും പാറ്റകൾ കയ്യിലെടുക്കുന്നത്? അല്ല, പരീക്ഷാ സംബന്ധിയായിട്ടുള്ള വിഷയമല്ല മനോജ്. കാര്യം ഈ നീറ്റ് വിഷയം ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏത് സർക്കാർ ഇരുന്നാലും മാതൃകാപരമായ നടപടികൾ അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് അല്ലേ? വകുപ്പ് മന്ത്രിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, അദ്ദേഹം രാജിവെച്ചു. ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഈ വിപ്ലവം ഉണ്ടാക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്നുള്ള കാര്യവും ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അവരുടെ ആവശ്യം ഈ പരീക്ഷയിലെ ക്രമക്കേടുകൾ മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിയമ ഭേദഗതിയും വരുത്തിയിരിക്കുന്നു. കൃത്യമായ, അതായത് പരീക്ഷയുടെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ചട്ടവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായാൽ കടുത്ത ശിക്ഷയടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഭേദഗതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നീറ്റ് വിഷയം ഇവിടെ നീറ്റായി ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ സനോജി. പരീക്ഷ സംഘടിപ്പിക്കുന്ന ആ ഒരു രീതി അത് തന്നെ ഒന്ന് മാറ്റിമറിക്കാനും പുനഃപരിഷ്കരിക്കുവാനുമായിട്ട് ഒരു ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സിനെ നന്ദൻ നീൽഖേനിയുടെ നേതൃത്വത്തിൽ നിയമിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടാണ് അത് അറിയിച്ചത്. അതെ അതെ. ഇനി ഇതിൽ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അത്ര വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇത് പരിഹരിക്കപ്പെട്ടത്. അതിനിപ്പോൾ CJPക്ക് അവകാശപ്പെടാം അവരുടെ സമരത്തിൻ്റെ ഫലമാണെന്ന്. എന്തായാലും അത് വളരെ നീറ്റായി പരിഹരിച്ചിട്ടുണ്ട്. അപ്പോഴും ഇപ്പോൾ അടുത്ത ചില ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. E20 പെട്രോളിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി, അതുപോലെ ദില്ലിയിൽ കലാപം അഴിച്ചുവിട്ടു എന്നുള്ള പേരിൽ അമിത്ഷായ്ക്കെതിരെ ഒക്കെ മുദ്രാവാക്യം വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആളെയും കൂട്ടി ജന്തർ മന്ദറിൽ പോയി ഇതുപോലത്തെ ഒരു ബഹളം ഉണ്ടായേക്കാൻ എന്ത് കാര്യം വേണോ നടത്തിയെടുക്കാം എന്നുള്ള ഒരു കീഴ്വഴക്കം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം ഇവിടെ നിന്നും ഈ ഗ്രൂപ്പ് സോങ് പാടി കയ്യടി വാങ്ങിക്കാൻ നമ്മുടെ ജോൺ ബ്രിട്ടാസും റഹീമുക്കും ഈ ഒരു ഇതിൽ മുണ്ടും മടത്തു വെട്ടി ചേർന്ന്, കാര്യം ഇപ്പോൾ ഇവരൊക്കെ വീരസമര പോരാളികളാണ്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ വീരസമര പോരാളികൾക്ക് അഭിവാദ്യങ്ങൾ നോക്കിയപ്പോൾ ബ്രിട്ടാസിൻ്റെയും റഹീമിൻ്റെയൊക്കെ പടമാണ്. എന്തിന് അല്ലെ, എന്തിനാണ് ഇവർക്ക് വീരസമര പോരാളി പട്ടം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മര്യാദയ്ക്ക് കേരളത്തിൽ ഇതുവരെ ഒരു സമരം വിജയിപ്പിക്കാത്ത ടീമുകളാണ്. ഡൽഹിയിൽ പോയി ഇത്തരത്തിൽ ഗ്രൂപ്പ് സോങ് പാടി കയ്യടി നേടാൻ വേണ്ടി ഇവരെല്ലാം കൂടി പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നടത്തിയ സമരത്തിന്റെ നമ്മൾ ഈ പണ്ടൊക്കെ ഇവിടെ യുവജനോത്സവം നടക്കുമ്പോൾ ഏറ്റവും വാശിയേറിയ മത്സരമാണ് ഈ ഗ്രൂപ്പ് ഡാൻസിലും ഗ്രൂപ്പ് സോങ്ങിലും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കുട്ടി കാണും. ആ കുട്ടി ഉൾപ്പെട്ട ടീമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇവർ നിന്ന് ഈ മറ്റേ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ സിംഗിളായിട്ട് പെർഫോം ചെയ്യുന്നവരെ വിമർശിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ജഡ്ജിമാരുടെ അടുത്ത് പോയി. ഇവരുമല്ല, ഇവരുടെ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ CPM-ന്റെ അവസ്ഥ അല്ലേ? ഇത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ അണിചേർന്നുകൊണ്ട് CJPയുടെ ലേബലിൽ അവർ നടത്തിയ ഒരു സമരം. അതിൽ ആരും വിളിച്ചിട്ടല്ല ഇവർ ചെന്ന് കയറിയത്. ഇവർ ആ ഭാഗം ആവാൻ ചെന്ന് കയറുന്നു, അവിടെ ആളാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മറുഭാഗത്താകട്ടെ രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി അനുയോജ്യനാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇന്നൊരു മാധ്യമം രാവിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടത്. നമ്മൾ അതിന്റെ കൂടെ ഒരു സ്ഥിരവും കൂടി ചേർക്കുന്നു, സ്ഥിരം ഭാവി പ്രധാനമന്ത്രി എന്നും കൂടി ചേർക്കുന്നു, അത്രേ ഉള്ളൂ. സത്യമാണ് അവർ പറഞ്ഞത്. സനോജി, അതല്ല ഈ പരീക്ഷയുടെ കാര്യം ശരിയാണ്. വിദ്യാർത്ഥികളുടെ, യഥാർത്ഥ വിദ്യാർത്ഥികളുടെ, കലാപകാരികളുടെ അല്ല, ഈ യഥാർത്ഥ വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും. 100% അവരെന്താണോ ആവശ്യപ്പെട്ടത് അതിൻ്റെതായ രീതിയിൽ അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് യാതൊരു രീതിയിലും തിരിച്ചൊരു കുറ്റം ഉന്നയിക്കാനാവില്ല ഈ ഒരു കാര്യം. പക്ഷേ നീറ്റിലേക്ക് എത്തണമെങ്കിൽ ചില കടമ്പകൾ കടന്നല്ലേ വിദ്യാഭ്യാസ സംബന്ധിയായിട്ട് വരാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ? അല്ല, അങ്ങനെ പ്രതിഷേധം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് കേരളത്തിലാണ്. അതും കേരളത്തിലെ കഴിഞ്ഞ സർക്കാരിനെതിരെയാണ് ആദ്യത്തെ പ്രതിഷേധം ഉണ്ടാകുന്നത്. കാര്യം ഇവിടെ PM ശ്രീ പദ്ധതി ഉൾപ്പെടെ ഇതിൻ്റെയൊക്കെ ആദ്യ ചവിട്ടുപടിയായിട്ട് അത് കാണണമല്ലോ അല്ലേ? ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു കുട്ടി വളർന്നു വലുതായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോൾ അവൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ തുടങ്ങണം. അത് കൃത്യമായി കിട്ടുന്നുണ്ടോ, അതിനാരെങ്കിലും തുരങ്കം വയ്ക്കുന്നുണ്ടോ, അതിനാരെങ്കിലും പാലം വലിക്കുന്നുണ്ടോ എന്ന് തൊട്ട് തുടങ്ങി ഇത് വിലയിരുത്തുമ്പോൾ
ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള PM ശ്രീ പദ്ധതിയിൽ ആദ്യം മണ്ണുവാരിയിട്ടത് ആരാണ്? അതെ, പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. അതെ, അവർക്ക് ഇപ്പോഴും അതിൻ്റെ കലി അടങ്ങിയിട്ടില്ല. VD സതീശൻ വന്ന് അത് വീണ്ടും പൊടിതട്ടി എടുക്കുമ്പോൾ ഇവർ വീണ്ടും മറുഭാഗത്തോടുകൂടി തടസ്സവാദങ്ങളുമായി മുന്നിട്ടിറങ്ങുകയാണ്. അതെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇങ്ങനൊരു പദ്ധതി ഇവിടെ കേരളത്തിലാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഇവിടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇതുപോലെ ഏതെങ്കിലും ഒരു സമരം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഒരു സമരം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ട് ഇതുവരെ ഒരു മന്ത്രിയെങ്കിലും രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? പിണറായി വിജയൻ്റെ കാലത്ത് സമരങ്ങളെ പുള്ളി എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. മണ്ണുവാരി കഴിച്ചു പോലും ആൾക്കാർ പ്രതിഷേധിച്ച് നോക്കി. മനസ്സലിയാത്തൊരു മുഖ്യനായിരുന്നു അദ്ദേഹം. അല്ല, പ്രതിഷേധിക്കുന്നവരെ പൂച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കാൻ അംഗരക്ഷകരുള്ള മുഖ്യമന്ത്രിയാണ്. അതെ, രക്ഷാപ്രവർത്തനം എന്ന് അതിന് ഓമന പേരും ഇട്ട് വിളിക്കും. പുള്ളി തന്നെ നേരിട്ടാണ് വിളിച്ചത്, പിണിയാളുകളെ വെച്ചല്ല. അത്തരത്തിലുള്ള അതിന്റെ പേരിൽ ഒരാൾ സസ്പെൻഷനിൽ വരെ ADGP ഈ പറയുന്ന പോലെ എല്ലാവരും സംരക്ഷിക്കുമെന്ന് കരുതിയ ഒരാൾ ഇതിൽ പോയി. അതിന് UDF സർക്കാരിനെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കുറേ താളം ചവിട്ടി VD സതീശൻ. പക്ഷേ KSU പിടിച്ച പിടിയാലെ നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം KSU യൂത്ത് കോൺഗ്രസും, കാരണം അടികൊണ്ടത് അവർക്കാണല്ലോ, ദേഹം നൊന്തത് അവർക്കാണല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കാത്ത കാര്യമാണ്. സനോജി, PSCയുടെ ക്രമക്കേടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷയിലാണ് നടന്ന ക്രമക്കേട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് പല പരീക്ഷകളിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അന്വേഷണം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ഈ അനധികൃത നിയമനം, പിൻവാതിൽ നിയമനമെന്നുള്ള രീതിയിൽ PSCയെ നോക്കുകുത്തിയായി ഇരുത്തിക്കൊണ്ട് 10 വർഷങ്ങൾ അഴിഞ്ഞാടിയ ഒരു സർക്കാരാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ആർക്കും പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ സെക്രട്ടേറിയറ്റിലോട്ടോ മാർച്ച് നടത്തുകയോ ഒന്നും വേണ്ട. എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? അല്ല, ഈ പറയുന്നത് പോലെ ഇത് കേരളമാണ്, കേരളമല്ല കേരളം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഈ പറയുന്നത് പോലെ ഈ ഡൽഹിയിൽ നിയമം മറ്റൊന്നാണ്. കാര്യം ഡൽഹി എന്ന് പറയുന്നത് മറ്റേതോ രാജ്യത്താണല്ലോ, കേരളം എന്ന് പറയുന്നത് മറ്റേതോ ഒരു രാജ്യത്താണല്ലോ. അതുകൊണ്ട് ഈ രണ്ട് പ്രദേശങ്ങളിലെയും നിയമം വ്യത്യസ്തമാണ്. ഈ രണ്ടിടത്തെയും ഇത്തരത്തിലുള്ള ഒരേ വിഷയങ്ങളിലുള്ള സമീപനം തന്നെ രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ആർക്കും എന്തുമാവാം എന്നുള്ളൊരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ BJP ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായി മുന്നിട്ടിറങ്ങണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡൽഹിയിൽ വിദ്യാർത്ഥികൾ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തെടുക്കുമ്പോൾ അല്ലേ, മറുഭാഗത്ത് ഇവിടെ കേരളത്തിലും സമാനമായ ഒരു സംഭവം നിൽക്കുകയാണ്. അത് BJP കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ 3 MLA-മാർ BJPക്കുണ്ട് നിയമസഭയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ശക്തമായി എടുത്തുകൊണ്ട് തന്നെ BJP ഇതിനെതിരെ ഉറച്ച പോരാട്ടവുമായി മുന്നിട്ടിറങ്ങണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും എന്തെങ്കിലും പോരാട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സത്യത്തിൽ യുവമോർച്ചയാണ്. 1-2 ദിവസം ക്ലിഫ് ഹൗസിലും PSCയിലും മാറി അവർ യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അവരും ഇതൊന്ന് ശക്തിപ്പെടുത്തണം. കൂടുതൽ ഇത് പാറ്റകൾ വിജയിച്ചിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ആ വിജയ സമര രീതി ഇവരും കൈക്കൊള്ളണമെന്നുള്ള. അല്ല, പാറ്റകളുടെ സമര രീതി വേറൊന്നാണ്. അത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള സാൻമാർഗിക പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. അസാൻമാർഗിക പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു ആഭാസത്തനമായിരുന്നു. ഇത്തരത്തിൽ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുക, അവിടെ ജന്തർ മന്ദറിൽ നിന്നും ഓർഡറിൽ നിന്നൊക്കെ വേറെ പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ടൺ കണക്കിന്. അതെല്ലാം ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നാണല്ലോ പറയുന്നത്. അവിടെ പറഞ്ഞത് എൻ്റെ ലിംഗം എൻ്റെ സ്വാതന്ത്ര്യം എന്നാണ്. ഇതായിരുന്നു അവിടുത്തെ മുദ്രാവാക്യം, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിളിച്ചിരുന്ന മുദ്രാവാക്യം. സനോജ്, ഇനി കേരളത്തിലെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് കർണാടകത്തിലേക്ക് പോയാൽ അവിടെയും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് സനോജി. അതിൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് അവിടെ DK ശിവകുമാറാണ്. ഒരു മയവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്താണ് അഭിപ്രായം? കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ചെന്ന്, റഹീം അവിടെ ചെന്ന് കുടിയോ പറയുമോ? കേരളം വിട്ടുകഴിഞ്ഞാൽ ഇവർ എല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു ദൃശ്യം കണ്ടതാണ്. പ്രിയങ്ക ഗാന്ധിക്ക് വഴിയൊരുക്കാൻ വേണ്ടി റഹീമിന്റെ വയറ് തള്ളി മാറ്റുന്ന രാഹുൽ ഗാന്ധി. അപ്പോൾ അതിലൊക്കെ വളരെ വ്യക്തമാണ് ഇവർ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് പരസ്പരം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്. കേരളം വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്ടിലായാലും തൊട്ടപ്പുറത്ത് കർണാടകത്തിലായാലും ഇവർ ഒറ്റ കക്ഷിയാണ്, ഒറ്റ ഇന്ത്യ മുന്നണിയാണ്. അവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഇല്ല. അപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ചേർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും, അഴിമതിയാകട്ടെ, പിൻവാതിൽ നിയമനമാകട്ടെ, കെടുകാര്യസ്ഥതയാകട്ടെ, ഇതൊക്കെ ഇവർ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് ഇവർ ദേശീയതയുടെ പര്യായമായ BJPയെ എല്ലായിടത്തും എതിർക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു കല്ലുകടിയായി മാറിയിരിക്കുന്നതും BJPയാണ്. കാര്യം കോൺഗ്രസിൻ്റെ അപ്രമാദിത്വത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളൊക്കെയും
ഇന്ന് കാവ്യ പുതച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അവിടെ കാലാകാലങ്ങളിലായി എന്തൊക്കെയാണ് കോൺഗ്രസ്സുകാർ ചെയ്തിരുന്നത്, അപ്പൂപ്പൻ, അച്ഛൻ, മകൻ മാറി മാറി വന്നിട്ടും ഒരു കുടുംബത്തിൽ നിന്നുള്ള 3 പേർ മാറി എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ ഒരു സ്റ്റാറ്റസ് കോ ഇതുവരെ മാറിയിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ദരിദ്ര നാരായണന്മാരെന്ന് നമ്മൾ പറയുന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഉത്തരേന്ത്യയിൽ പല ഗ്രാമങ്ങളിലും പല നഗരങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റീസ് കണ്ട് നമ്മൾ അത്ഭുതം കൂറും. കാര്യം രാജ്യാന്തര തലത്തിൽ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള എയർപോർട്ടുകൾ, അത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഇല്ലേ, റോഡുകൾ. ഉത്തർപ്രദേശിലേക്ക് ചില ഗ്രാമങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടാൽ പോലും നമ്മൾ അതിശയിച്ചു പോകും, അതിൻ്റെ വെയിറ്റിംഗ് ഏരിയയും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോഴും ഇവിടെ നമ്മൾ കേരളത്തിൽ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ്? അവിടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ ആദ്യം വിചാരിക്കണം അവരുടെ സംസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആകണമെന്ന്. അല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് വടക്കോട്ട് നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉള്ള കാലം പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇത് ഏറ്റവും രസകരമായ കാര്യം, ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും വികസനം ഇനിയും വരാനുണ്ട്. കാരണം അത് കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് താരതമ്യം, ബീഹാർ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അതെ, ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. പക്ഷേ ഉത്തർപ്രദേശുമായിട്ട് ഇവർ താരതമ്യം ചെയ്ത് ഉത്തർപ്രദേശിനെ ഒരു മോശം വെളിച്ചത്തിൽ കാണിക്കുമ്പോൾ പലപ്പോഴും ഇവർ മറച്ചു വയ്ക്കുന്ന ഒരു സത്യമുണ്ട്. 20 കോടി ആണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ. 3.5 കോടിയിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ പോകണോ എന്ന് പറഞ്ഞ് ആടിക്കളിക്കുകയാണ് കേരളം. ഭൂവിസ്തൃതി ഉത്തർപ്രദേശ് ഏതാണ്ട് 3 കേരളം അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടാലും ബാക്കി വരും എന്നുള്ള രീതിയാണ്. അത്തരത്തിലുള്ളൊരു സംസ്ഥാനത്തിനാണ് താരതമ്യം ചെയ്യുന്നത്. ഇനി ഈ പരീക്ഷാ ക്രമക്കേടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കർണാടകയിലും എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഈ ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടിയുടെ ആശയത്തിൽ നിന്നും അവരുടെ ഉള്ളിലുള്ള പ്രവർത്തകരിൽ നിന്നുമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉരുത്തിരിഞ്ഞ് വന്നത്. സൗരവ് ദാസും അശുതോഷ് റാങ്കയും എല്ലാം ആം ആദ്മി പാർട്ടി പ്രവർത്തകരായിരുന്നു. അഭിജിത് ദീപ്കെ അല്ല അതിനെ ഒരു വഴിയാക്കിയിട്ടാണ് അവരെല്ലാം ഇങ്ങോട്ട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം മെനയുന്ന വ്യക്തിയായിരുന്നു എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ CBSE +1 +2 ചോദ്യപേപ്പറിൽ, CBSE അല്ല ക്ഷമിക്കണം, സ്റ്റേറ്റ് സിലബസിലെ +1 +2 ചോദ്യപേപ്പറുകൾ പുറത്തായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. പഞ്ചാബ് പോലീസ് യാതൊരു നിർദാക്ഷിണ്യം അവരെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണിക്കാം. പഞ്ചാബ് പോലീസ് അവരെ കൈകാര്യം ചെയ്യുന്നു. ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന പഞ്ചാബ് പോലീസിനെതിരെ ഒരു ചൂണ്ടുവിരൽ പാറ്റകളും അനക്കിയിട്ടില്ല. പാറ്റകളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കൂ. ആനന്ദ് രംഗനാഥൻ ഈ സൗരവ് ദാസിനെ ദേശീയ മാധ്യമത്തിൽ വലിച്ചു കീറി ചുവരിലൊട്ടിച്ചതാണ് ഇതിൻ്റെ പേരും പറഞ്ഞ്. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പൊന്നും മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അല്ല, മലയാള മാധ്യമങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നീറ്റ് വിഷയം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല വടക്കേ ഇന്ത്യയിൽ പോലും ഒരു മാധ്യമങ്ങൾ ഇത്രയും പ്രാധാന്യം ഇതിന് കൊടുത്തെന്നും ഫ്രണ്ട് പേജ് ആഘോഷിച്ചു വന്നു. ഇപ്പോൾ ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം മലയാളത്തിലെ തന്നെ പ്രമുഖമായ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളൊന്നും ശ്രദ്ധിക്കും. മാതൃഭൂമിയൊക്കെ എന്താ അല്ലേ, അതെ, മാതൃഭൂമിയൊക്കെ അതിന്റെ യഥാർത്ഥ സ്വഭാവം വെളിവാകുന്ന രീതിയിലാണ് അവരുടെ തലക്കെട്ടുകൾ കൊണ്ടുവന്നത്. മനോരമയും അങ്ങനെ തന്നെ. മനോരമ പിന്നെ കോളമിസ്റ്റുകൾ ഇതിനു വേണ്ടി അവർ കോളംസ് നീക്കി വെച്ചു എന്നുള്ളതാണ് കോളമിസ്റ്റുകൾക്കായിട്ട്. മിനിഞ്ഞാന്ന് 2ാം വട്ട ചർച്ച പരാജയപ്പെട്ടു, രാജിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അവർ അറിയിച്ചതിന് ശേഷം മനോരമയുടെ തലക്കെട്ട് രാജി 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 അതായിരുന്നു. ഈ മാതൃഭൂമിയുടെ കാര്യത്തിൽ ഈ രാജി 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 എന്ന് പറയുമ്പോഴാണ് മാതൃഭൂമിയുടെ പഴയ ഒരു ചരിത്രമുണ്ട്. ഒരു കമൻറ്റ് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ മാപ്പ് മാപ്പ് മാപ്പ്, ഒരു സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു കമൻറ്റ് ഒന്ന് ഓർത്തെടുത്തെന്ന് മാത്രം. പക്ഷേ ഇവരുടെ ഒരു യഥാർത്ഥ മുഖം വെളിവായിട്ട് വരികയാണ് അല്ലേ? സത്യത്തിൽ തന്നെ ഇവരാഘോഷിക്കുകയാണ്. അല്ല, ഈ മലയാള മാധ്യമങ്ങളൊക്കെയും പർച്ചേസ്ഡ് ആണെന്ന് വളരെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ എത്തുമ്പോഴാണ് ഇവരുടെ തനി നിറം വ്യക്തമാകുന്നത്. ഈ പരസ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇവരെല്ലാ ഒരു സമഗ്രത ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവർ പൊതുവെ ശ്രമിക്കാറുള്ളത്. പക്ഷേ വിഷയങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ ഓരോ മാധ്യമങ്ങളുടെയും തനി നിറം പുറത്താകുന്നത്. കൃത്യമായി ആ മാധ്യമങ്ങൾ എന്ത് അജണ്ടയാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഓരോ മാധ്യമങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രം മതി ഇവരുടെ സ്വഭാവം പിടികിട്ടും. ഇവർ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? രാജ്യത്തിന് വേണ്ടിയാണോ, രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ദേശീയതയ്ക്ക് വേണ്ടിയാണോ, ദേശവിരുദ്ധതയ്ക്ക് വേണ്ടിയാണോ എന്നുള്ള കൃത്യമായ അവർ തന്നെ പറയാതെ പറയും. ഞങ്ങൾ ഇതാണെന്നുള്ളത് അവരുടെ സ്റ്റോറികളിലും കണ്ടൻറ്റുകളിലും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാനാവും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ അങ്ങ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു 10 ദിവസത്തേക്കെങ്കിലും സ്റ്റോറികൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നവരൊക്കെ ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റേ ഗോൾ പോസ്റ്റ് മാറ്റൽ, അമിത്ഷാ ഉത്തരം പറയണം, അതുമായിട്ട് ഇപ്പോൾ ആഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താവുമെന്ന് കണ്ടറിയാം. സനോജി, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ഈ ഒരു വിഷയം നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നീറ്റ് സംബന്ധമായിട്ട് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ വസ്തുതാപരമായിരുന്നു, അതിന് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു.
പക്ഷെ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ നീറ്റിനെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ, നാം ഈ പറഞ്ഞ പ്രശ്നങ്ങളിലെല്ലാം ഉണ്ട്, ചർച്ച ചെയ്ത പ്രശ്നങ്ങളിലെല്ലാം ഉണ്ട്. ഇല്ല, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഓരോ സംസ്ഥാനമായിട്ട് എടുത്താൽ പോലും പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ ഇനിയും നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും അത് സംസ്ഥാന തലത്തിൽ നീക്കപ്പെടേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ കേന്ദ്രം ഇടപെട്ട് പുതിയ നിയമനിർമ്മാണത്തിലൂടെ മാറ്റിമറിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്ത് തന്നെയായാലും ഈ പറയുന്നത് പോലെ ഭാരതത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ യുവജനതയിലാണ്, വിദ്യാർത്ഥികളിലാണ്. അവർ പഠിച്ചു വളരേണ്ട ഇവിടുത്തെ സിലബസ് പോലും മാറ്റിമറിക്കുക. എന്തിനാണ് നമ്മൾ ഈ ഇപ്പോഴും ഹുമയൂണിൻ്റെയും അക്ബറിൻ്റെയും ഷാജഹാൻ്റെയും ഒക്കെ ചരിത്രം പഠിക്കുന്നത്? ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരാളുടെ സംസാരിച്ചപ്പോൾ ചോദിച്ചാണ്, നമ്മൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ജനിച്ചു മരിച്ച എത്രയോ ദേശഭക്തന്മാരുണ്ട്, ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. ഇപ്പോൾ വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരു അൺസങ് ഹീറോയാണ്. വേലുത്തമ്പി ദളവയുടെ പടത്തലവന്മാരിൽ പ്രധാനിയായിരുന്ന ആൾ. ആ ഒരു മനുഷ്യൻ കാരണമാണ് ടിപ്പു സുൽത്താൻ തിരുവനന്തപുരത്ത് കാലുകുത്താത്തത്. തിരുവിതാംകൂറിൽ അദ്ദേഹത്തിന്റെ കാലുകുത്താത്തതിന്റെ പ്രധാന കാരണം ഈ വൈക്കം പത്മനാഭപിള്ളയാണ്. വൈക്കം പത്മനാഭപിള്ളയെ കുറിച്ച് എത്ര ഹിസ്റ്ററി ബുക്കിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം ആ പേര് കേൾക്കുമ്പോൾ പാട്ടുകാരനായിരുന്നു ആരായിരുന്നു എന്ന് ചോദിക്കും. തിരുവനന്തപുരത്ത് കാല് കുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, പിന്നെ ഒരിടത്തും മര്യാദയ്ക്ക് കാല് കുത്തിയിട്ടുമില്ല. നെടുങ്കോട്ട വന്നിട്ട് ടിപ്പു വെട്ടി മുടന്തനാക്കിയാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെയുള്ള നിരവധി ചരിത്ര പുരുഷന്മാരുണ്ട് നമുക്ക് പഠിപ്പിച്ചെടുക്കേണ്ട, നമ്മുടെ പുതുതലമുറയ്ക്ക് അവരുടെ പോരാട്ട വീര്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് ത്യാഗസ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. അവരെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോഴും നമ്മളൊരു തനിയാവർത്തനം പോലെ ടിപ്പു സുൽത്താൻ്റെയും ഷാജഹാൻ്റെയും ഹുമയൂണിൻ്റെയും അക്ബറിൻ്റെയും ഒക്കെ ചരിത്രം നമ്മളുടെ വിദ്യാർത്ഥികളിലെ ഇതൊക്കെ പഠിച്ചിട്ട് ഈ കുട്ടികൾക്ക് എന്ത് കിട്ടാനാണ്? ഇല്ലേ? പിന്നെ നമ്മുടെ രാജ്യത്തെ സംസ്കാരവും ചരിത്രവും നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലാതെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ചവരല്ല. പിന്നെ ഇതിനും അപ്പുറത്തേക്ക് ഭാവിയിലേക്കുള്ള പ്രയോജനത്തിനാണെങ്കിൽ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെയും കിറ്റക് സാബുവിൻ്റെയും ജീവിതകഥ അവരെ ഒരു പാഠങ്ങളായിട്ട് പഠിപ്പിക്കൂ, വിജയിച്ചവരുടെ കഥകൾ. അത്തരത്തിലുള്ള സംരംഭങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കഥാസാരങ്ങൾ വരുന്നുണ്ട്, ചരിത്ര പാഠങ്ങൾ വരുന്നുണ്ട്. അതുതന്നെയാണ് ഇവരുടെ ഒരു അസ്വസ്ഥത. കാരണം ഇവരുടെ അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവരുടെ ഒരു യഥാർത്ഥ മനോഭാവം അല്ലെങ്കിൽ അടിസ്ഥാന ആശയം എന്നുള്ളത് കീപ് ദം പുവർ ആൻഡ് സ്റ്റേ ഇൻ പവർ. പറഞ്ഞ കാര്യങ്ങൾ എല്ലാ രംഗത്തും പ്രാവർത്തികമാണ് മനോജി. ഇപ്പോൾ കുഞ്ഞാലി മരക്കാറല്ല, മറ്റേ ഇടയ്ക്കൊരു വിവാദ വിഷയം ഉണ്ടല്ലോ, പൃഥ്വിരാജിന്റെ ഒരു സിനിമ വാര്യംകുന്നനെ കുറിച്ച് ഇവിടെ സിനിമ എടുക്കാൻ പൈസ മുടക്കാൻ ആളുണ്ട്. പിന്നെ നേരെ മറിച്ച് വൈക്കം പത്മനാഭപിള്ളയുടെ ജീവചരിത്രം മുന്നോട്ട് വെച്ചാൽ അത് സിനിമ എടുക്കാൻ ആരുമില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. രണ്ടുപേരും ചരിത്രത്തിന്റെ രണ്ടറ്റത്ത് നിൽക്കുന്ന രണ്ടുപേര് തന്നെയാണ്, അല്ലേ? അതെ. ഇത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് സിനിമ എടുക്കാൻ ആളുണ്ട്, പക്ഷെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതിന്റെ സത്യം പറയില്ല. എന്തായിരുന്നു അതിൻ്റെ ഇതിർന്നുള്ളത്? മതം മാറിയ അബുവാണ് കുത്തിക്കൊന്നത് എന്ന് വ്യക്തമായിട്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയാനുള്ള നട്ടെല്ലാവർക്കുമില്ല. പക്ഷെ അങ്ങനെയാണ് ചരിത്രത്തിന്റെ ഒരു ഗതികേട്, അല്ലേ? അല്ല, ഇവിടെ ഈ എന്തു പറയാൻ, ഞാൻ പിന്തുടരുന്ന നിറം കാവിയാണെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് വെട്ടിച്ചുരുക്കുന്ന നാടാണ് നമ്മുടേത്. സബ്സ്ക്രൈബേഴ്സ് വെട്ടിച്ചുരുക്കുക മാത്രമല്ല, ഇന്നലെ ഭാഗ്യലക്ഷ്മി, ഇന്ന് മറ്റാരോ പേളിമാണിയെ സ്ഥിരമായിട്ട്, ഇന്നെന്തോ ഒരു സിത്താര എന്ന് പറഞ്ഞ ഏതൊരു ഗായിക, ആരാണെന്ന് എനിക്കറിയില്ല, ഇവരെയൊക്കെ സൂക്ഷിച്ച് നമ്മൾ നോക്കി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മേജർ രവി, പേളിമണി അവരുടെയൊക്കെ പടം കൊടുത്തിട്ട് ഓർത്തു വെക്കൂ, ഇവരെ ഓർത്തു വെച്ചോളൂ എന്നാണ് പറയുന്നത്. ഭീഷണിയാണ്. ഇവരെന്തോ ഭീകരരാണോ? അതെ. അല്ലെങ്കിൽ ഇവരെന്താ വല്ലതും ചെയ്യുമെന്നാണോ അവർ പറയുന്നത്? നമ്മൾ ദേശീയത പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കണ്ണിലെ കരടാണ് എന്നുള്ളതാണ്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളം പോകുന്നത്. കേരളീയരത് തിരിച്ചറിയണമെങ്കിൽ ഇനി എത്ര കാലം എടുക്കുമെന്നുള്ളതാണ് എൻ്റെ ആകെ ഒരു ആശങ്ക. എന്തായാലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു വലിയ പുനഃപരിഷ്കരണം ഉണ്ടായേ മതിയാകുകയുള്ളൂ, ഭാരതത്തിലൊട്ടാകെ. അത് സംസ്ഥാന തലങ്ങളിൽ നിന്ന് എപ്പോൾ തുടങ്ങും, അതിനായിട്ട് എന്ത് നീക്കം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമെന്നുള്ളത് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം. കാരണം ഈ നീറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ള നടപടികൾ വരും, കുറ്റക്കാരകത്ത് പോവും, അതിനപ്പുറത്തേക്കുള്ള പരിഷ്കരണങ്ങൾ നടക്കുക തന്നെ ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് അടുത്ത ചർച്ചകളാവും. സനോജി, വളരെ നന്ദി. നമസ്കാരം.